ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു എന്ന് പറഞ്ഞാൽ പറ്റുമോ? അഫ്ക്ക് പറ്റുമോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ തന്നെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. സമയം എത്രയായതാ? 8 മണിയാവാനായെന്ന് തോന്നുന്നുട്ടാ. എന്നാൽ അഫീനെ അങ്കൻവാടിയിൽ വിടുന്നില്ല, അതുകൊണ്ട് അഫിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ്. ഇന്ന് 6th മന്തിലെ ചെക്കപ്പ് ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭക്ഷണത്തിന് മുമ്പ് ബ്ലഡ് എടുത്ത് കൊടുക്കണം, പിന്നെ അതുപോലെ ഭക്ഷണത്തിന് ശേഷം ബ്ലഡ് എടുത്ത് കൊടുക്കണം. അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് നേരത്തെ പോവാണ്. അപ്പോൾ നേരത്തെ പോകാനുള്ളത് കൊണ്ട് തന്നെ അഫീനെ അങ്കൻവാടിയിൽ വിട്ടിട്ട് പോകാനുള്ള സമയമില്ല. അവിടെ 10 മണിയാകുമ്പോഴാണല്ലോ വിടേണ്ടത്. അപ്പം അതിനുള്ള സമയമില്ല. അതുകൊണ്ട് നമ്മൾ അഫീനെ കൂടി കൊണ്ടുപോവാണ്. പിന്നെ നമ്മളിന്ന് പോകുന്നതുകൊണ്ട് തന്നെ മറ്റു മെഷീനെ ഇന്നലെ നമ്മൾ ഇടമറകിലെ മാമാടെ വീട്ടിൽ കൊണ്ടുപോയിട്ടു. ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ അഫീനെ അങ്കൻവാടിയിൽ കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. അല്ലേ? പറ, നോക്കിയിരിക്കുന്ന എന്തേലും പറ. അതെ അതെ, അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഉമ്മച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ പോവും. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ കഥകളും കാര്യങ്ങളൊക്കെ അടച്ചോന്നൊക്കെ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കയറിപ്പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ കറക്റ്റ് പറക്കോല ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്തശ്ശി നേരെ വീടിൻ്റെ അവിടെ പോയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിലായെന്ന് വെച്ചാൽ ഈ സ്കൂൾ ടൈം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തൊടുപുഴ പോയി ഇറങ്ങി. അവിടെ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്. ഓട്ടോ വിളിക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇറങ്ങിയോ? ബാ. അങ്ങനെ ഏകദേശം ഒരു 8:45 9 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തലേദിവസം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 24 നമ്പർ കിട്ടിയത്. പക്ഷേ നമ്മൾ എത്ര നേരത്തെ ബുക്ക് ചെയ്താലും എങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ടോക്കൺ കിട്ടി അത് ഡോക്ടർ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ വിളിക്കുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ള ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ അവിടെയും കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും എപ്പോൾ പോയാലും. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഡോക്ടർ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ വിളിക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് ആ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ടോക്കൺ എടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ലാബിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ ലാബിൻ്റെ അവിടെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും അവർ വിളിച്ചു കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ അഫി എൻ്റെ കൂടെ കയറി വന്നിട്ട് വാശി പിടിച്ച് അങ്ങനെ അവൻ അവിടെ കയറി ഇരിപ്പായി. പിന്നെ അവർ ബ്ലഡൊക്കെ എടുത്ത് പിന്നെ മറ്റേ ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാക്കറ്റ് ഫുള്ള് എനിക്ക് ആ സിസ്റ്റർ കലക്കി തന്ന്. അങ്ങനെ ഞാൻ അതവിടെ ഇരുന്ന് പയ്യെ കുടിച്ച് തീർത്തു കേട്ടോ. അതൊരു ഭയങ്കര പാടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 11:30 ആകുമ്പോൾ, അതായത് കറക്റ്റ് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വരാൻ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ബ്ലഡ് എടുക്കണം. അപ്പോൾ അത് കുടിക്കുന്നതിന് മുമ്പും പിന്നെ അത് കുടിച്ചു കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ബ്ലഡ് എടുക്കണം എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ബ്ലഡ് എടുത്തു. പിന്നെ ആ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചു. ഒരു പാക്കറ്റ് ഫുള്ള് കുടിപ്പിച്ചിട്ടോ. ഇനിയിപ്പം 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് എടുത്തിട്ട് വേണം പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അഫിക്ക് ഒന്നും കഴിക്കാതെയല്ല വന്ന വീട്ടിൽ നിന്ന്. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി പോയിട്ടുണ്ട്.
പിന്നെ 2 മണിക്കൂർ ഇരിക്കണമല്ലോ. അപ്പം എന്താ നമ്മൾ ഒരുപാട് ആൾക്കാർ വരാത്തൊരു മൂലയ്ക്ക് പോയി ഇരിക്കുന്നതാണ്. പിന്നെ കുറേ സമയം ഫോണിലൊക്കെ പണിതുകൊണ്ടിരുന്നു. പിന്നെ കുറേ സമയം അതിൽ കൂടെ ഒക്കെ നടന്നു. പിന്നെ അഫിയാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണുമ്പോഴത്തേക്കും പാടാനുള്ള പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പം ജോണിയൊക്കെ പാടി പഠിക്കുന്നുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും പാട്ട് പാടുകയാണെങ്കിൽ എന്താ മിഠായി തരാമെന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയതിന് ശേഷം ഡോക്ടർ മിഠായി കൊടുത്തു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി പാട്ട് പാടാൻ ഇങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 11:30 ആകുമ്പോഴാണ് നമ്മളോട് പോകാൻ പറഞ്ഞത്. 9:30 ആദ്യത്തെ ബ്ലഡ് എടുത്തു. പിന്നെ 11:30 ആകുമ്പം പിന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 11:30 ആയപ്പോഴേക്കും നമ്മൾ വീണ്ടും ലാബിൽ പോയി പിന്നെ ബ്ലഡ് എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമതും ബ്ലഡൊക്കെ എടുത്തു കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സമയം 11:30 കഴിഞ്ഞ് 11:45 12 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടാവുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അഫി എന്നാ ഓർഡർ ചെയ്തത്? ബിസ്ക്കറ്റ് കഴിച്ചല്ലോ അവിടുന്ന്. ബിസ്ക്കറ്റ് കഴിച്ചല്ലോ അവിടുന്ന്. പിന്നെന്താ ബിസ്ക്കറ്റ് കഴിച്ചല്ലേ അവിടുന്ന്? എടുത്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ മസാല ദോശ കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്തു. എന്താണ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അഫി കേട്ടില്ലേ? കുതിവയുടെ അനക്കം. വെയിറ്റ് ചെക്ക് ചെയ്തു. കാര്യങ്ങളെല്ലാം എന്താണ് കഴിഞ്ഞ് പിന്നെ ഡയറ്റീഷ്യനെ ഒന്ന് കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം 7-ാം മാസത്തിലെ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴേ വന്നിരിക്കുകയാണ്. ഉമ്മച്ചിന് ഞാനവിടെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചേക്കാണ്. അപ്പം എന്നിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് സ്കാനിങ്ങിനുള്ള ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മച്ചി വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നമ്മൾ പോകും അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെയുള്ള മേളയിൽ പോയിട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കർട്ടൻസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കറക്റ്റ് അതായത് ഒരു റൂമിലിടാൻ ഒരേപോലത്തെ എടുക്കണമല്ലോ. അപ്പം അങ്ങനെ കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് അവിടെ കൂടുതലും ഡോർ കർട്ടൻസ് ഉണ്ടായിരുന്നുള്ളൂ. വിൻഡോ കർട്ടൻ കുറവായിരുന്നു, സ്റ്റോക്ക് വന്നിട്ടില്ലായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെ അതും ഇതൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്നാണെങ്കിലും നമുക്ക് ഈ ഒരു കൂപ്പൺ കിട്ടും കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്ക് 2ലും പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് നമുക്ക് കിട്ടിയത്. അപ്പം ഏതിലേതെങ്കിലും 2 നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അഫി എനിക്ക് ബ്ലൂ വേണം ബ്ലാക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് 2 കൂടി നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് അഫിക്കാണെങ്കിലും അവിടുത്തെ ചേട്ടന്മാർ കൊടുത്താണ് കേട്ടോ. അവിടെ ഇതിങ്ങനെ ജസ്റ്റ് തൂക്കിയിട്ടേക്കുമായിരുന്നു. അപ്പം അവനിങ്ങനെ അതിൽ നോക്കിക്കൊണ്ടിരുന്നത് ഇത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരത് പറിച്ചു കൊടുത്തതാണ്. പിന്നെ ഇതാണ് കേട്ടോ ന്യൂമാൻ കോളേജ്. അതിൻ്റെ ഒരു ഫ്രണ്ടിൽ കവാടം എടുക്കാൻ പറ്റിയില്ല. പുതിയതായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എടുക്കാനായിട്ട് പറ്റിയില്ല. അതിൽ 5 വർഷം ഞാൻ സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റ് ഇറങ്ങിയപ്പോഴേക്കും ആൻറ്റി വിളിച്ചു. ഇങ്ങോട്ടേക്ക് പോകാം, അവിടെ നിന്ന് ചോറൊക്കെ വേണ്ടിയിട്ട് വൈകുന്നേരം അവർ ഉടുമ്പന്നൂർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ബസ് കയറി പോകാണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നേക്കും കേട്ടോ.
അങ്ങനെ നമ്മളിവിടെ വന്ന് ചോറൊക്കെ ഉണ്ട്. ഇതൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. വൈകുന്നേരം നമ്മൾ പോകട്ടോ. ആൻറ്റി ഞങ്ങൾ കുടുംബങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മളും അപ്പോൾ ഇവിടെ പോകും. പിന്നെ കുറേ സമയം നമ്മൾ പുറത്തൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. അബുവിനെയൊക്കെ കണ്ട് എന്താ പറയുക, കുറേ നാളുകൂടി അന്ന് ഞാൻ വന്നതിന് ശേഷം പിന്നെ വന്നിട്ടില്ല, ഇടയ്ക്കൊന്നും വന്നില്ല. അപ്പോൾ കുറേ നാളിന് ശേഷം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അബുവിനെയൊക്കെ കണ്ട് പിന്നെ എന്താണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പം മഴയാണെങ്കിൽ ചെറുതായിട്ട് നമ്മളിവിടെ വരുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ മഴക്കാറുണ്ടായിരുന്നതിൻ്റെ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ തൂളുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും ആൻറ്റി ആണെങ്കിൽ എന്താണ് ബോളി ഉണ്ടാക്കി. ബോളിയും ചായയൊക്കെ കഴിച്ചു നമ്മൾ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു വൈൻഡപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി. അപ്പം നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ലോ. കറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കോഴിയുടെ സൗണ്ട് ഉണ്ട്. കറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആൻറ്റി വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. അപ്പോൾ ആ കൂട്ടത്തിലാണ് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ ഉടുമ്പന്നൂർക്ക് പോകേണ്ടായിരിക്കുകയാണ്, അപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ നിന്ന് ചോറൊക്കെ വേണ്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അങ്ങ് പോകാമല്ലോ എന്ന് പറയട്ടെ അങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. പിന്നെ അത് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചാർജറോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫോൺ അവിടെ ചെന്നിട്ട് ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേക്കും ഓഫായിപ്പോയി. പിന്നെ നമ്മൾ രാത്രിയായി പിന്നെയാണ് അവിടെ നിന്ന് വന്നതായിട്ടോ. അതിനെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ കുറേ നാളുകൂടി ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു മൂടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെയ്തില്ല. പക്ഷെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇവിടെ എത്തുന്ന ഒരു 8:30-8:45 ആയപ്പോഴാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കറണ്ടും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ പോക്കും വരവും, കറണ്ടിങ്ങനെ പോക്കും വരവും തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അത്രയും താമസിച്ച് എത്തിയതുകൊണ്ട് തന്നെ മറ്റു മെഷീനെ കൂട്ടാൻ പോകാനായിട്ട് പറ്റിയില്ല. ഇന്നിപ്പം ഇനി അഫീനെ നമ്മൾ രാവിലെ അംഗൻവാടിയിൽ വിട്ടു. വൈകുന്നേരം അഫീനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് മറ്റു മെഷീനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഉമ്മച്ചി. അപ്പോൾ പിന്നെ വൈൻഡപ്പ് എടുത്തില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ ഇതേ ഫോണൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നതാണ് വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നലെ പിന്നെ ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയി കുറേ നാളുകൂടി പോകുന്നതാണ്. അന്ന് ഞാൻ ലാസ്റ്റ് ഹോസ്പിറ്റൽ കേസ് വന്നപ്പോൾ അവിടെ പോയി നിന്നല്ലോ. അതിന് ശേഷം അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇന്നലെയാണ് പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റി. പിന്നെ അവരോട് കൊണ്ടുവിട്ടു. അപ്പോൾ എന്തായാലും ചെറിയൊരു വ്ളോഗായിരുന്നു നമ്മുടെ 6th മന്തിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞു. ഇനിയിപ്പം February 1 അടുത്ത ചെക്കപ്പിന് പോകേണ്ടത്. അപ്പം അന്ന് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ അതിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.